BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ഡിസൈർ കലരിക്കൽ ബസാർ നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. സ്പെൻഡെക്സ് ഇൻഡസ്ട്രീസ് ഡിസൈനർ ടൈൽസ് നിയർ കണിയാമൊഴി ബ്രിഡ്ജ്, കാഞ്ഞിരമറ്റം, തൊടുപുഴ. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. KG's ജ്വല്ലറി, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. റോയൽ ദി കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. Hedge Wealth Management Services. Mr. Butler Soda Maker. Add happiness to water. പേര് പോലെ തന്നെ ലോൺ ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിത ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. ഏറ്റവും പുതിയ ഡിസൈനർ കുർത്തികളുടെ വൻ ശേഖരവുമായി ശില്പ ഡിസൈൻസ്, മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിന് സമീപം, തൊടുപുഴ. ഡോക്ടർ സാർ, കേട്ടല്ലോ കുഷ്ഠത്തിന് ചികിത്സ സാധ്യമാണെന്ന്. പക്ഷെ ഇതിന്റെ ലക്ഷണമെന്താ? നേർത്തതോ ചുവന്നതോ ചെമ്പ് നിറത്തിലുള്ളതോ ആയ മരവിപ്പ്, പാട്, തടിപ്പ്. MDT കുഷ്ഠത്തിന്റെ സുനിശ്ചിത ചികിത്സയാണ്. തുടക്കത്തിലെ പൂർണ്ണ ചികിത്സ ചെയ്യിച്ചാൽ വികലാംഗതയിൽ നിന്ന് രക്ഷപ്പെടാം. ഇതിന്റെ ചികിത്സ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സൗജന്യമായി ലഭ്യമാണ്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൌസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. Materials, sarees, designing, stitching, ladies ranges in all categories. Gayatri Designs, തൊടുപുഴ. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുണ്ടൻമുടിക്ക് സമീപം വീടിന് മുകളിലേക്ക് ലോറി മറിഞ്ഞ് വീട്ടിൽ ഉറങ്ങിക്കിടന്ന യുവതിയും ലോറി ഡ്രൈവറും മരണമടഞ്ഞു. തൊടുപുഴ നഗരസഭയിലെ ഉദ്യോഗസ്ഥരുടെ അഴിമതിക്കെതിരെ മാപ്പിളശ്ശേരി സ്കറിയായും കുടുംബാംഗങ്ങളും സത്യാഗ്രഹം നടത്തി. ആന്റി കറപ്ഷൻ മൂവ്മെന്റ് നേതാവ് PM മാനുവൽ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. KPCC നിർവാഹക സമിതി അംഗം CP മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുമെന്ന് മന്ത്രി MM മണി. ഇടുക്കി ഉപ്പുതോട് ഗവൺമെന്റ് LP സ്കൂളിന്റെ 44ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സംസ്ഥാന ലഹരി വർജന മിഷന്റെ ആഭിമുഖ്യത്തിലുള്ള വിമുക്തി ബോധവൽക്കരണ പരിപാടിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് തല ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. വാർത്തകൾ വിശദമായി. വണ്ണപ്പുറം മുണ്ടൻമുടിയിൽ ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ ഡ്രൈവർ ഉൾപ്പെടെ 2 മരണം. വണ്ണപ്പുറം മുണ്ടൻമുടി പുളിക്കുമറ്റം മധുവിന്റെ വീട്ടിലേക്കാണ് വാഹനം മറിഞ്ഞത്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് സംഭവം. മധുവിന്റെ ഭാര്യ അൻസിയ, ലോറി ഡ്രൈവർ മനോജ് എന്നിവരാണ് മരിച്ചത്. പാലക്കാട് നിന്ന് ഇരുമ്പ് കമ്പിയുമായി ഏലപ്പാറയ്ക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 2 മണിക്ക് അപകടത്തിൽപ്പെട്ടവരെ 7 മണിയോടുകൂടിയാണ് പുറത്തെടുക്കാൻ സാധിച്ചത്. മുണ്ടൻമുടി 40 ഏക്കർ ഭാഗത്ത് കൊടുംവളവിലാണ് സംഭവം. മധുവിന്റെ വീടിനോട് ചേർന്നിരിക്കുന്ന വീടിന്റെ മുറ്റത്തുകൂടി വാഹനം നിയന്ത്രണം വിട്ട് 50 അടി താഴ്ചയിലുള്ള മധുവിന്റെ വീട്ടിൽ പതിക്കുകയായിരുന്നു. അടുത്തുള്ള വീടിന്റെ ഓടും വാട്ടർ ടാങ്കും തകർന്നാണ് വാഹനം മധുവിന്റെ വീട്ടിൽ പതിച്ചത്. മധുവും ഭാര്യയും 2 കുട്ടികളും ഉറക്കത്തിലായിരുന്നു. വേറെ മുറിയിലായിരുന്ന മധുവും കുട്ടികളും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ആൻസിയ കിടന്ന മുറിയുടെ മുകളിലെ കോൺക്രീറ്റ് തകർന്ന് വാഹനം ആൻസിയുടെ ദേഹത്ത് പതിക്കുകയായിരുന്നു. ആൻസിയ തൽക്ഷണം മരിച്ചു. കാളിയാർ പോലീസിന്റെയും തൊടുപുഴ ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും 6 മണിക്കൂർ നീണ്ട പരിശ്രമ ഫലമായാണ് 2 ബോഡികളും പുറത്തെടുത്തത്. 40 ടൺ ഭാരമുള്ള കമ്പിയുമായി ഏലപ്പാറയ്ക്ക് പോവുകയായിരുന്ന വാഹനം കയറ്റം കയറാത്തതിനെ തുടർന്ന് തിരിച്ചു വരുമ്പോഴാണ് അപകടം. ഈ വളവിൽ ദിശാ ബോർഡോ ക്രാഷ് ഗാർഡോ നൽകിയിരുന്നില്ല. ഈ റോഡിന്റെ അപകട സാധ്യതകൾ മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്.
ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ നഗരസഭയിലെ ഉദ്യോഗസ്ഥരുടെ അഴിമതിക്കെതിരെ ആന്റി കറപ്ഷൻ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹം നടത്തി. കെട്ടിട നമ്പർ യഥാസമയം ലഭിക്കാത്ത മാപ്പിളശ്ശേരിൽ MJS കറിയയും കുടുംബാംഗങ്ങളുമാണ് സമരം ആരംഭിച്ചിരിക്കുന്നത്. ആന്റി കറപ്ഷൻ മൂവ്മെന്റ് നേതാവ് PM മാനുവൽ ഉദ്ഘാടനം നിർവഹിച്ചു. കൗൺസിലർമാരെ പറ്റി എനിക്കുള്ള ഒരൊറ്റ ആശയം മാത്രമേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ കൗൺസിലർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വേട്ടക്കാരായിട്ടില്ല എന്ന് ചിന്തിക്കണം. നിങ്ങൾ ഇരകളോടൊപ്പം നിൽക്കാൻ ബാധ്യസ്ഥരായ ജനസേവകരാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒറ്റ കൗൺസിലർമാരും മറന്നു പോകരുത്. നിങ്ങൾ വേട്ടക്കാരുടെ കൂടെ കൂടരുത്. അതാണ് എനിക്ക് നൽകാനുള്ള ഉപദേശം. രണ്ടാമതുള്ളൊരു ഉപദേശം എന്ന് ചോദിച്ചാൽ, ഈ മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ പരാതി കിട്ടിയാലെങ്കിലും ശ്രദ്ധപ്പെട്ടാലെങ്കിലും അതൊന്ന് കൃത്യമായി പഠിച്ചൊരു നിലപാടെടുക്കണം. കൃത്യമായി പഠിച്ച് ഒരു നിലപാടെടുക്കണം. ഈ കൗൺസിലർമാർ, ബഹുഭൂരിപക്ഷം കൗൺസിലർമാരും ഈ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്നുള്ള ആക്ഷേപം ഞാൻ ഇവിടെ പറയുകയാണ്. ട്രാക്ക് പ്രസിഡന്റ് MC മാത്യു, CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ, AITUC ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, കോൺഗ്രസ് ബ്ലോക്ക് ആക്ടിംഗ് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ്, KG സജിമോൻ, ഷാജൻ ചാണ്ടി, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, MA കരീം, പ്രൊഫസർ MJ ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഞങ്ങൾ അടുത്ത കാലത്ത് ഒരു പഠനം നടത്തുകയുണ്ടായി. ആ പഠനം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കെട്ടിടത്തിന് വേണ്ടി പ്ലാൻ വരച്ച് നൽകുന്ന എഞ്ചിനീയർമാരുടെ ഓഫീസുകളിൽ ഇതിനൊരു പ്രത്യേക ജീവനക്കാരൻ നിയോഗിക്കേണ്ട സ്ഥിതി വന്നിരിക്കുകയാണ്. MTech കഴിഞ്ഞ് ആർക്കിടെക്ചർ കോഴ്സൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത് 10-25 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്ന പലരെയും ഞങ്ങൾ കണ്ടു. അവർ പറഞ്ഞു, ആയിരക്കണക്കിന് പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്, ഇത്ര ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ ആത്മാഭിമാനത്തോടുകൂടി ഈ തൊഴിൽ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. തൊടുപുഴ MG കോളേജ് വിദ്യാർത്ഥികൾ ആവിഷ്കരിച്ച സ്നേഹവീട് ഭവന നിർമ്മാണ പദ്ധതി വഴി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം വ്യാഴാഴ്ച 3 മണിക്ക് വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP അധ്യക്ഷത വഹിക്കും. MG കോളേജ് പഠിക്കുന്ന ആൽബി ആന്റണി എന്ന വിദ്യാർത്ഥിക്കാണ് തട്ടുകുടിയിൽ 4 ലക്ഷം രൂപ മുതൽ മുടക്കി ഭവനം നിർമ്മിച്ചു നൽകുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ നിസാർ KU, വൈസ് പ്രിൻസിപ്പൽ KS അനീഷ്, അധ്യാപകരായ മിനി G, ബിന്ദു സനൽ, വിദ്യാർത്ഥി പ്രതിനിധി വിഷ്ണു P സജി, ഷഹാൻ ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു. 3,95,000 മുടക്കാനുണ്ട്. അത് വീടിന് മാത്രം 3,80,000 രൂപ വീട് പണിയാൻ. സ്ഥലം ഈ വീട് നമ്മൾ 23 കുട്ടികളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ചു. അതിലെ 9 പേരെ നമ്മൾ സെലക്ട് ചെയ്തു. ഇവരുടെ വീടുകൾ സന്ദർശിച്ചു. അതിൽ തന്നെ 3 പേർക്ക് പണിയാൻ വേണ്ടി തീരുമാനിച്ചു. അതിൽ 2 പേർക്ക് വീടോ സ്ഥലം ഇല്ലാത്തവരാണ്. അവർക്ക് കുറച്ച് മുൻഗണന നൽകി. ഈ 2 കുടുംബത്തിനും അറിയിച്ച് സ്ഥലം വാങ്ങി തന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാം, വീട് പണിയാം. അതിൽ ഈ ആൽബി ആന്റണി എന്ന കുട്ടി, തട്ടപ്പുഴയാണ് ഈ കുട്ടിയുടെ അമ്മയുടെ ആങ്ങളാണ്. അദ്ദേഹം 3 സെന്റ് സ്ഥലം കൊടുത്തു. അതിലാണ് നമ്മൾ വീട് പണിതിരിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ കഞ്ചാവ് വിൽപ്പന നടത്തി വന്ന യുവാവിനെ ഇടുക്കി എക്സൈസ് സംഘം പിടികൂടി. മണിയാരൻകുടി സ്വദേശിയാണ് പിടിയിലായത്. മണിയാരൻകുടി പള്ളി സിറ്റിയിൽ ബാർബർ ഷോപ്പ് നടത്തുന്ന ഇളംകുളത്ത് ഹനീഫയുടെ മകൻ അഷ്റഫ് EH ആണ് പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാളുടെ സ്ഥാപനത്തിലെത്തി നടത്തിയ പരിശോധനയിൽ 15 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്ന 2 പൊതി കഞ്ചാവാണ് എക്സൈസ് സംഘം കണ്ടെടുത്തത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്ന സംഘത്തിലെ കണ്ണിയാണ് ഇയാളെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ KD സതീശൻ പറഞ്ഞു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഈ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായിട്ടുള്ള വിവരം ചന്തോളി ഭാഗത്ത് രാവിലെ പെട്രോൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഈ അഷറഫിനെ കുറിച്ചുള്ള വിവരം കിട്ടിയത്. അതനുസരിച്ച് ഞങ്ങൾ ഈ അഷറഫ് മണിയാർകുടിയിലുള്ള ഒരു ബാർബർ ഷോപ്പിൽ ജീവനക്കാരനാണ്. അയാളെ തടഞ്ഞു നിർത്തി ഞങ്ങൾ ദേഹപരിശോധന നടത്തിയപ്പോൾ അടിവസ്ത്രത്തിനുള്ളിൽ നിന്നാണ് 15 ഗ്രാമോളം കഞ്ചാവ് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്. കഞ്ചാവ് വിൽപ്പനയെ കുറിച്ചുള്ള വിവരം കിട്ടുന്നതനുസരിച്ച് കൂടുതലായിട്ടുള്ള അന്വേഷണം നടത്തുന്നതാണ്. പ്രിവന്റീവ് ഓഫീസർ ലിജോ ഉമ്മർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സത്യൻ KR, ജെയ്സൺ AD, അജിത് KR എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. കേരള പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി 2017 ഭാഗമായി തൊടുപുഴ സിവിൽ സ്റ്റേഷനിലെ സ്ത്രീ ജീവനക്കാർക്കായി സ്വയം രക്ഷാ പരിശീലനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കുടുംബ കോടതി ജഡ്ജി MK പ്രസന്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു.
ആണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവരാരെ ആക്രമിക്കണം നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നടക്കുന്ന ദേശത്തും നാട്ടിലും നമ്മുടെ നാട്ടിലായാലും പുറത്തായാലും ജോലി ചെയ്യുന്നിടത്തായാലും വളരെ ജാഗ്രത പുലർത്തണം. അവരുമായിട്ട് ഇടപെടുന്ന വളരെ സൂക്ഷിച്ചു വേണം. അവരെ വലിയ വിക്ടിമേറ്റ് ആകുമ്പോൾ ഈ കോടതി വരുന്ന കേസുകളെല്ലാം ഈ മൊബൈൽ ഫോൺ പരിപാടികൾ, നെറ്റ്വർക്ക്, സോഷ്യൽ മീഡിയ പരിപാടികൾ അവരോട് അത് പറഞ്ഞു. ഒരെണ്ണത്തിനാണ് ഹലോ മൈഡിയ ഹായ് എന്ന് പറയുമ്പോഴത്തേക്കും അഡൽട്ടറിയാ. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോറിൽ നോക്കുന്നത്. അഡൽട്ടറി അതിനകത്ത് അഡൽട്ടറി പിള്ളേർ കഴിഞ്ഞ് എൻ്റെ ഫോണിനകത്ത് ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറില്ല. എൻ്റെ ഫോണിനകത്ത് വരുന്ന ഇതൊക്കെയാണ് ഹായ് ഹലോ ഗ്ലാഡ് ടു മീറ്റ് യു, സംസാരിച്ചാട്ടെ, ചാറ്റ് ചെയ്താട്ടെ. ഞാനത് നൈസായിട്ട് ഇത് കേട്ടിരുന്നത്. ഞാൻ മറുപടി ഒന്നും പറയാറില്ല, ഹലോന്നും പറയാറില്ല. ഞാൻ അങ്ങോട്ട് പിന്നെ അതിന്റെ പുറകെ നടന്നിട്ട് അവരെപ്പോഴും വിളിച്ചോണ്ടേക്കും, നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടേക്കും. ഭർത്താവ് കാണും, മക്കൾ കാണുക. ഇതെന്താ തൊടുപുഴ ഡിവൈഎസ്പി NN പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ ജോബിൻ ആന്റണി, വനിതാ ഹെൽപ്പ് ലൈൻ സബ് ഇൻസ്പെക്ടർ NN സുശീല, ജനമൈത്രി CRO TK സുഗു എന്നിവർ നേതൃത്വം നൽകി. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ NCCയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം നടന്നു. കോട്ടയം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ സുനിൽ കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. As they say, the feather in the cap or the icing on the cake has been Newman College being adjudged the best institute in all over Kerala and Lakshadweep Directorate. അപ്പോൾ ഈ ട്രിപ്പിൾ സെലിബ്രേഷൻ സാധ്യതമാക്കിയ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങൾ. ഇനിയും ഈ നല്ല പ്രവൃത്തി തുടരട്ടെ. ഇനിയും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ കേരളത്തിലെ 800 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതിൽ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് തുടരട്ടെ. പല ഗോൾഡൻ ജൂബിലികളും ഇനിയും ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് ഞാൻ നേരിടുന്നു. കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞർ ജോർജ് ഓലിയപ്പുറം അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് IGS ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. ചാരിറ്റബിൾ ഫണ്ടിന്റെ വിതരണോദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ വിൻസെന്റ് ജോസഫ് നെടുങ്ങാട്ട് ജൂബിലി സന്ദേശം നൽകി. എറണാകുളം ക്രൈംബ്രാഞ്ച് SP EK മധു, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് S വിനോദ്, വൈസ് പ്രിൻസിപ്പൽ മാനുവൽ പിച്ചളക്കാട്, ഔസേബ് ജോൺ പുളിമൂട്ടിൽ, NCC ഓഫീസർ പ്രജീഷ് C മാത്യു എന്നിവർ പ്രസംഗിച്ചു. തട്ടക്കുഴ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം വെള്ളിയാഴ്ച നടക്കും. രാവിലെ 9 മണിക്ക് താലപ്പൊലി ഘോഷയാത്ര, 12-ന് പ്രസാദ ഊട്ട്, 8 മണിക്ക് ഭക്തിഗാനസുധ, 9:30-ന് ഡോക്ടർ വസന്തകുമാർ സാംബശിവന്റെ കഥാപ്രസംഗം. തുടർന്ന് ശിവരാത്രി പൂജ, തുള്ളൽദ്വയം എന്നിവ ഉണ്ടായിരിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. KPCC നിർവാഹക സമിതി അംഗം CP മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. 9 മാസങ്ങൾക്കപ്പുറം ഇടതുപക്ഷ മുന്നണി തെരഞ്ഞെടുപ്പ് ഗോദാവിൽ നിന്നുകൊണ്ട് പറഞ്ഞ ചില മുദ്രാവാക്യങ്ങളുണ്ട്. അവരവന് പറഞ്ഞു, ഞങ്ങളെ ഒന്ന് അധികാരത്തിൽ കയറ്റണം, ഞങ്ങളെ നിങ്ങൾ അധികാരത്തിൽ കയറ്റിയാൽ പെൻഷൻകാരടക്കമുള്ള ആളുകളുടെ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ, വിദ്യാർത്ഥികളുടെ, ചെറുപ്പക്കാരുടെ, തൊഴിലാളികളുടെ, കർഷക തൊഴിലാളികളുടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സമസ്ത ജനവിഭാഗത്തിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും, എല്ലാം ഞങ്ങൾ ശരിയാക്കി തരാം എന്നാണ് അന്ന് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയായ സഖാവ് പിണറായി വിജയൻ അടക്കമുള്ള, കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കന്മാർ കേരളത്തിലെ ജനങ്ങളോട് വാഗ്ദാനം ചെയ്തത് എന്ന് നിങ്ങൾ ഓർമ്മിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇവരെ സൂചിപ്പിച്ചു ശ്രീ രാധാകൃഷ്ണൻ 191 രൂപയ്ക്ക് താനൊരു ജോലിയിൽ പ്രവേശിച്ച അവസാന കാലത്തേക്ക് 5 അക്കമുള്ള ശമ്പളം അവസാനം നാളിലെത്തിയപ്പോഴേക്കും തനിക്ക് പോകാമെന്ന അവസ്ഥ ഉണ്ടാകുന്ന അവസ്ഥാവിശേഷം, പെൻഷൻ പ്രായമായി പിരിഞ്ഞു പോകുന്ന അവസ്ഥാവിശേഷം, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു. അത് റോഡിന്റെ വേഗതയിലാണ്. നിത്യോപയോഗ സാധനങ്ങൾ വില പിടിച്ചു നിർത്താൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ
ഏറ്റവും സാധനങ്ങളുടെ വില ഞങ്ങൾ താഴേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ക്രമസമാധാനം നിങ്ങൾ നേരെയാക്കുമെന്ന് പറഞ്ഞു. അധികാരത്തിന് സോപാനത്തിൽ കയറി 9 മാസങ്ങൾ കഴിഞ്ഞു പോയി. അരി എന്തോ എന്ന് നോക്കുവാൻ ഒരു കരത്തിലുള്ള പകുതി അരി എടുത്തുകൊണ്ട് എന്തോ എന്ന് പരിശോധിക്കേണ്ട കാര്യമില്ല. സംസ്ഥാന സെക്രട്ടറി KG രാധാകൃഷ്ണൻ, അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് CA മൈദീൻ ഹാജി, DCC ജനറൽ സെക്രട്ടറിമാരായ YC സ്റ്റീഫൻ, MD അർജുനൻ, TJ പീറ്റർ, കോൺഗ്രസ് ബ്ലോക്ക് ആക്ടിംഗ് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ്, VM ഫിലിപ്പച്ചൻ, ജോജോ ജെയിംസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ +2 വിദ്യാർത്ഥികളുടെ ഫെയർവെൽ പ്രോഗ്രാം നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ എലൈസ് CMC വിദ്യാർത്ഥികൾക്ക് ആശംസ അർപ്പിച്ച് സംസാരിച്ചു. സിസ്റ്റർ ഡിവോഷ്യ CMC, PTA പ്രസിഡന്റ് ടോം ജെ കല്ലറിക്കൽ എന്നിവർ പ്രസംഗിച്ചു. സ്കൂളിലെ +2 വിദ്യാർത്ഥികൾക്ക് ആദരസൂചകമായി ക്യാപ്പും ദീപകം നൽകിയും യാത്രയപ്പ് നടത്തി. വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ അനുഭവങ്ങൾ ചടങ്ങിൽ പങ്കുവച്ചു. അധികൃതർ അവരെ അറിയിക്കുന്നു. കുഞ്ഞുങ്ങളെയും നിങ്ങൾ ഒരുപാട് വളർന്നു. ഞങ്ങളുടെ സ്നേഹം, ഞങ്ങളുടെ കരുതൽ. ടാഗോർ ഗീതാഞ്ജലിയിൽ പറയുന്നു, അങ്ങ് എന്നെ അനശ്വരമായി സൃഷ്ടിച്ചു, അതാണല്ലോ അങ്ങയുടെ ആനന്ദം. ഈ ദുർബല ഭാജനം അങ്ങ് ശൂന്യമാക്കുകയും പുതുജീവനാൽ വീണ്ടും വീണ്ടും നിറയ്ക്കുകയും ചെയ്യുന്നു. ഈ കൊച്ചു പുല്ലാങ്കുഴലിനെ അങ്ങ് കുന്നുകൾക്കും താഴ്വരകൾക്കും മേൽ സമർപ്പിച്ച് ഇതിലൂടെ നിത്യനവങ്ങളായ രാഗങ്ങൾ ഊതി ഉണർത്തുന്നു. ആ കരങ്ങളുടെ അനശ്വര സ്പർശത്തിൽ എൻ്റെ ഈ കൊച്ചു ഹൃദയം അതിരറ്റ ആനന്ദത്തിൽ അവാച്യ സ്വരങ്ങളുയർത്തുന്നു. അങ്ങയുടെ അനന്തമായ പാരിതോഷികങ്ങൾ എൻ്റെ ഈ കൊച്ചു കൈകളിൽ മാത്രമാണല്ലോ വന്നു ചേരുന്നത്. യുഗങ്ങൾ കഴിഞ്ഞിട്ടും അവ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നിറയ്ക്കുവാനിടം ഇനിയും കിടക്കുന്നു. അതെ, ഇത് നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച സത്യമാണ്. 14 വർഷവും അതിൽ താഴെ വർഷങ്ങളും കഴിഞ്ഞ 2 വർഷം മാത്രവും വിമലയുടെ തിരുമ്പറ്റ് തോടിക്കളിച്ച് പാഠ്യേതര തലങ്ങളിൽ തങ്ങളുടെ മികവ് തെളിയിച്ച് വിമലയെ സ്വന്തമായി കരുതിയ നമ്മുടെ +2-ലെ 80 കുട്ടികൾ വിമലയോട് വിട പറഞ്ഞ് തങ്ങളുടേതായ ജീവിത പന്ഥാവിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ നല്ല ദൈവമേ, ഒത്തിരി സ്നേഹത്തോടെ ഈ കുഞ്ഞുങ്ങളെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. തൊടുപുഴ കാഞ്ഞിരമറ്റം മാരിയിൽ കലുങ്കുപാലത്തിൽ അപ്രോച്ച് റോഡ് പൂർത്തിയാകാത്തതിനെ തുടർന്ന് നഗരസഭയും കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്ര ഭരണ സമിതിയും ചേർന്ന് താൽക്കാലിക നടപ്പാത നിർമ്മിച്ചു. മഹാശിവരാത്രി ദിനത്തോടനുബന്ധിച്ച് പിതൃതർപ്പണത്തിനായി വരുന്ന ഭക്തർക്ക് ഇടുക്കി റോഡിലേക്ക് എളുപ്പത്തിലെത്തുന്നതിന് താൽക്കാലിക നടപ്പാത ഉപകരിക്കും. 3 വർഷം മുൻപ് പാലം പണി പൂർത്തീകരിക്കുകയും അപ്രോച്ച് റോഡിനുള്ള സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. റോഡ് നിർമ്മാണം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് സമരപരിപാടികൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. കാഞ്ഞിരമറ്റം ഒളമറ്റം ഭാഗത്ത് ബന്ധിപ്പിക്കുന്ന മാരിക്കലുങ്ക് പാലം പണിതിട്ട് ഏകദേശം 2 വർഷക്കാലമായി. എങ്കിൽ ഈ പാലത്തിന് അപ്രോച്ച് റോഡ് ഇല്ലാത്തതിനാൽ ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യപ്പെടുന്ന കാഞ്ഞിരമറ്റം 23-ാം വാർഡിലാണ്. അങ്ങോട്ടേക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് ശിവരാത്രിയോടനുബന്ധിച്ച് യഥേഷ്ടം സഞ്ചരിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നടപ്പ് വഴിയാണിത്. ഇത് നഗരസഭയും ക്ഷേത്രവും കൂടി ഒന്നിച്ചു ചേർത്ത് പണി തീർത്ത് തന്നിരിക്കുന്നതാണ്. ഹൈറേഞ്ച് ഭാഗത്തു നിന്നും ഒളമറ്റം ഭാഗത്തു നിന്നും വരുന്ന ഭക്തജനങ്ങൾക്ക് ഒളമറ്റത്ത് വന്നതിന് ശേഷം എളുപ്പമാർഗം ക്ഷേത്രത്തിൽ എത്താനുള്ള ഒരു വഴി കൂടിയാണ് ഈ പാലം. പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി MM മണി. എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാ സ്കൂളുകളിലും ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നും മന്ത്രി ഇടുക്കിയിൽ പറഞ്ഞു. ഇടുക്കി ഉപ്പുതോട് ഗവൺമെന്റ് LP സ്കൂളിന്റെ 44-ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനേജ്മെന്റ് സ്കൂളുകളും സർക്കാർ സ്കൂളുകളും ഉൾപ്പെടെ എല്ലാ സ്കൂളുകളിലും ആധുനിക രീതിയിലുള്ള പഠന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നും പൊതുവിദ്യാഭ്യാസ രംഗം കുറ്റമറ്റതാക്കുമെന്നും മന്ത്രി MM മണി പറഞ്ഞു. ഇടുക്കി ഉപ്പുതോട് ഗവൺമെന്റ് LP സ്കൂളിന്റെ 44-ാം വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് വിദ്യാലയങ്ങളും മാനേജ്മെന്റിന്റെ വിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭ, NSS, SNDP, MVS, ഈ പിന്നെ
അബൂബക്കർ മുസലിയാരുടെ സംഘടനയുണ്ട്, അവരുടെ കൊണ്ട് ഒരുപാട് സ്കൂളുണ്ട്. ഇതെല്ലാം റിക്കഗ്നൈസനുള്ള സ്കൂളുകൾ നടത്തുന്നു, അംഗീകാരമുള്ള സ്കൂൾ. ആ സ്കൂളുകളും ഗവൺമെന്റിന്റെ സ്ഥാപനം അടക്കമുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനം ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ ഗവൺമെന്റ് നിലപാടുകളാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ MLA അദ്ദേഹത്തിന് ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്ന ഇതിൽ ഒരു സ്കൂള് ആയി നിങ്ങളെ തിരഞ്ഞെടുക്കാൻ കാരണമാണ്. ഈ സ്കൂള് നന്നായി പഠിക്കുന്നുണ്ട്, പാവപ്പെട്ട നമ്മുടെ ഈ പ്രദേശത്തുള്ള കുട്ടികൾക്ക് അത്താണിയാണ് ഈ സ്കൂള്. അതുകൊണ്ട് സഹായകരമായിട്ടാണ് ചെയ്യുന്നത്. 30 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രധാന അധ്യാപക BT സരസമ്മയെ മന്ത്രി പൊന്നാടി അണയിച്ച് ആദരിച്ചു. മരിയാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് സോളി ജോസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സീമോൻ വാസു, തോമസ് ഊട്ടി എടിശ്ശേരിക്കുന്നേൽ, ജൂബി ഫിലിപ്പ്, റോമിയോ സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് മനോജ് കുളപ്പുറം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള സംസ്ഥാന ലഹരി വർജന മിഷന്റെ ആഭിമുഖ്യത്തിലുള്ള വിമുക്തി ബോധവൽക്കരണ പരിപാടിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് തല ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. മിക്ക വീട്ടിലും അത്യാവശ്യം കഴിക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട്. ഇന്ന് തന്നെ എന്ത് ചേട്ടനോട് പഠിക്കുന്നു പറയണ്ട, ഘട്ടം ഘട്ടമായിട്ടൊന്ന് മനസ്സിലാക്കി കൊടുത്താൽ മതി. കുട്ടികളാണ് തന്നെ ഇപ്പം ഹൈസ്കൂളിൽ ചെന്നാൽ ഒരു കുട്ടി ബിയർ കുടിക്കുകയോ എന്തെങ്കിലും ചെയ്തതേ ഉള്ളൂ, കിടക്കുള്ളൂന്നാണ് അവരുടെ ഒരു ചിന്താഗതി. അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ നമ്മളെ കാണുന്നവരോട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നല്ല ബോധവൽക്കരണം നടത്തണം. അല്ലാണ്ട് ഇവിടെ ഒരു മാസികകളിലൊക്കെ പോയിട്ട് പെട്ടെന്ന് നമ്മൾ മാറ്റണ്ട, ഘട്ടഘട്ടമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും തന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിമുക്തി പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് പ്രിൻസി സോയി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജേക്കബ് ജോൺ ബോധവൽക്കരണ ക്ലാസ് നടത്തി. സർക്കാരിലെ 104 വകുപ്പുകൾ ഡിപ്പാർട്ട്മെന്റുകളാണുള്ളത്. പല ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനത്തിന്റെ നേച്ചർ, അതിന്റെ രീതി നിങ്ങൾക്കൊക്കെ അറിയാം. നിയമം നടപ്പിലാക്കുന്ന വകുപ്പുകളുണ്ട്, പണം സമ്പാദിക്കുന്ന വകുപ്പുകളുണ്ട്, സേവന വകുപ്പുകളുണ്ട്. പല നിലകളിലാണ് 104 വകുപ്പുകൾ. അതിൽ ഒരേ സമയം നിയമം നടപ്പിലാക്കുകയും അതോടൊപ്പം വരുമാനം സർക്കാരിലെ ഖജനാവിലേക്ക് സമ്പാദിക്കുകയും ചെയ്യുന്ന വകുപ്പുകളിൽ ഒന്നാണ് എക്സൈസ് വകുപ്പ്. എക്സൈസ് വകുപ്പിനെ കുറിച്ച് നിങ്ങൾ മുമ്പ് പല രീതിയിൽ പരിചയപ്പെട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ തരത്തിലൊരു ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ നടാനായിരിക്കും ഇങ്ങനെ കേട്ടത്. തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള കൂടി. കുടിവെള്ളത്തിനായി ജനങ്ങൾ ആശങ്കപ്പെടുമ്പോൾ കുഴൽക്കിണർ നിർമ്മാണത്തിനെത്തിയ സംഘത്തിന്റെ കാഴ്ച കൗതുകമായി. തമിഴ്നാട്ടിൽ നിന്നെത്തിയ തൊഴിലാളികൾ ലോറിയിൽ തന്നെയാണ് ജീവിതം കഴിച്ചുകൂട്ടുന്നത്. ഏഴാനിക്കുട്ടം സെന്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂളിന്റെ 68ാമത് വാർഷികവും ചീനിക്കുഴി ഹോളി ഫാമിലി നഴ്സറി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും PC ജെസി ടീച്ചറിന്റെ യാത്രയപ്പും വിവിധ എൻഡോമെന്റുകളുടെ വിതരണവും 23-ന് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30-ന് ചീനിക്കുഴി സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ വെച്ച് ആഘോഷിക്കുമെന്ന് സ്കൂൾ മാനേജർ ഫാദർ ജേക്കബ് വട്ടപ്പിള്ളിൽ, ഹെഡ്മാസ്റ്റർ തോബിയാസ് KT, നഴ്സറി സ്കൂൾ മാനേജർ സി ജസ്റ്റിൻ തെരേസ് എന്നിവർ അറിയിച്ചു. BJPയുടെ നേതൃത്വത്തിൽ കല്ലൂർക്കാട് രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. കല്ലൂർക്കാട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി KS മനോജ്, മൂവാറ്റുപുഴ നിയോജക മണ്ഡലം സെക്രട്ടറി KP തങ്കക്കുട്ടൻ, PP സജീവ്, AS വിജുമോൻ, സെബാസ്റ്റ്യൻ മാത്യു, മനോജ് ഇഞ്ചൂർ, KS സാബു, MV ബിനു, അനീഷ്, രാജേഷ് CS, നിജിൽ ശ്രീധരൻ, അജേഷ് MS, VP കൃഷ്ണൻ, VR ഗോപി തുടങ്ങിയവർ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം
സമസ്ത മേഖലയിലും വികസനങ്ങൾ കൊണ്ടുവരുന്ന കാലയളവ്. വ്യാവസായിക മേഖലയില്, വാണിജ്യ മേഖലയില്, കാർഷിക മേഖലയില്, ഭക്ഷ്യോത്പാദന മേഖലയില്, കുടിൽ വ്യവസായ കാര്യങ്ങളില്, തൊഴിൽ മേഖലകളില്, വിദ്യാഭ്യാസ മേഖലയില്, അങ്ങനെ സമസ്ത മേഖലയിലും രാജ്യം തനതായ വളർച്ചയിലേക്ക് വരുന്ന കാലയളവിൽ രാജ്യത്തിന്റെ ഭക്ഷ്യോത്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങൾക്ക് അർഹമായ വിഹിതങ്ങൾ കൊടുക്കുവാൻ, റേഷൻ സംവിധാനത്തിൽ അരി കൊടുക്കുവാൻ, ഗോതമ്പ് കൊടുക്കുവാൻ, ആട്ട കൊടുക്കുവാൻ, മണ്ണെണ്ണ കൊടുക്കുവാൻ, പഞ്ചസാര കൊടുക്കുവാൻ, അതിന് ഉതകുന്ന രീതിയിലേക്കുള്ള നയവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദി ഗവൺമെന്റും മുന്നോട്ട് വരുന്ന കാലയളവാണ്. കേരള വനവാസി വികാസ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ട്രൈബൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ബഹുമാന്യനായ KPCC-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TA ലീല ഉദ്ഘാടനം നിർവഹിച്ചു. TN രാധാകൃഷ്ണൻ, ദീപ പ്രസാദ്, രാധാമണി തുടങ്ങിയവർ പ്രസംഗിച്ചു. രാത്രിയിൽ വന്നിട്ട് അവരെ ഓടിച്ചു വിട്ട് അവരെ അവിടെ നാട്ടിപ്പായിച്ചിട്ട് അവരുടെ ഭൂമി കയ്യേറി അവരെ തപ്പമിട്ടു. ആരും ചോദിച്ചില്ല, ഒരു ജനപ്രതിനിധികളും ഉണ്ടായില്ല, ഒരു മന്ത്രിയും ഉണ്ടില്ല. പട്ടികവർഗ മന്ത്രി എവിടെ? പട്ടികവർഗ കമ്മീഷൻ എവിടെ? പട്ടികവർഗ ആഫീസർ എവിടെ? ആഫീസർമാരെവിടെ? ITDP ആഫീസർമാര് സ്ഥലം വന്ന് സന്ദർശിച്ചില്ല. ഒരു റവന്യൂ ഉദ്യോഗസ്ഥരും ഈ സ്ഥലം വന്ന് സന്ദർശിച്ചില്ല. ഇങ്ങനെ ആദിവാസികളോട് കാണിക്കുന്ന ഈ അതിക്രമങ്ങൾക്ക് ഒരു അറിവ് വരാൻ വേണ്ടിയാണ് ഞങ്ങള് വനവാസി സംരക്ഷണ സമിതി രൂപം കൊണ്ടിരിക്കുന്നത്. വീട് എല്ലാവർക്കും കൊടുക്കുന്നതാണ് റിപ്പോർട്ട്. പക്ഷേ വീടില്ലാത്ത എത്രയോ പേര് സ്ഥലം സന്ദർശിച്ച് നോക്കൂ. അടിമാലിയിലെ കുടികളിൽ നിങ്ങൾ പോയി നോക്കൂ. അടിമാലിയിലെ കുടിയില് എത്ര കഷ്ടപ്പെട്ടാണ് ആൾക്കാർ വണ്ടി സൗകര്യം പോലും ഇല്ലാതെ ജീവിക്കുന്നത്. തൊടുപുഴ ന്യൂമാൻ കോളേജ് NCC ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി NCC ബാൻഡ് രൂപീകരിച്ചു. കമാൻഡിംഗ് ഓഫീസർ കേണൽ അജയ് സുത് ഉദ്ഘാടനം നിർവഹിച്ചു. 2 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ബാൻഡ് സംവിധാനം ഒരുക്കിയത്. The commander gave command to the Numan College contingent to move in 3 range way.
Now the tension is moving in file by file and is giving salute to the victories. വേനൽ ചൂടിൽ യാത്രക്കാർക്ക് ആശ്വാസവുമായി ബ്രാഹ്മിൺസ് ഫുഡ് പ്രൊഡക്ട്സ്. വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിലുള്ള ബ്രാഹ്മിൺസ് ഫാക്ടറിക്ക് സമീപം യാത്രക്കാർക്ക് സൗജന്യമായി സംഭാര വിതരണം നടത്തുകയാണ് ബ്രാഹ്മിൺസ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് സംഭാര വിതരണം. ഏകദേശം 30 ലിറ്ററോളം സംഭാരം സൗജന്യമായി ഇവർ വിതരണം ചെയ്യുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ ധാരാളം വഴിയാത്രക്കാരാണ് ദാഹമകറ്റുന്നതിനായി ഇവിടെ എത്തുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വേനൽക്കാലത്ത് ബ്രാഹ്മിൺസ് നടത്തുന്ന സേവന പ്രവർത്തനങ്ങളിൽ ഒന്നാണിത്. ഇതൊരു സേവനത്തിന്റെ പാർട്ടായിട്ടാണ് ചെയ്യുന്നതാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ കഷ്ടതകളിൽ നിന്ന് വന്നുകൊണ്ട് ഈ കഷ്ടപ്പെടുന്ന ആൾക്കാരെ പോലെ ചൂടത്ത് ഇതുപോലെ ഒത്തിരി കഷ്ടപ്പെടുന്ന ആൾക്കാർ വഴി പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും നമ്മളിങ്ങനെ കൊടുക്കുകയും അതുകൂടെ ഒത്തിരി പേരോട് വരുന്നുണ്ട്. രാവിലെ ഒരു 10 മണി തൊട്ട് വൈകിട്ടൊരു 1:30-2 മണി വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കൂടുന്നുണ്ട്. നമ്മളൊരു സേവനത്തിൻ്റെ പാർട്ടായിട്ട് ചെയ്യുന്നതുകൊണ്ട് തീർന്നു പോവുകയാണ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് വന്ന് കുടിക്കുന്ന സ്ഥിരമായിട്ട് കുടിക്കുന്ന ആൾക്കാർ വഴി പാസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ പറഞ്ഞ കഴിഞ്ഞ പുതിയ ആൾക്കാർ വന്ന് പോകുമ്പോഴും ഈ സംഭവം വന്ന് കുടിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇത് വളരെ ഒരു സേവനമായിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. എല്ലാ വർഷവും ഇതുപോലെ തന്നെ ചെയ്തിരിക്കുന്നത്. ഗണേശൻ എന്ന ആനയുടെ വിശേഷങ്ങളാണ് ഇനി BBC ന്യൂസിൽ. തൊടുപുഴ വെങ്ങല്ലൂർ സ്വദേശി കുഞ്ഞുമണി എന്ന് വിളിക്കുന്ന കപ്രാട്ടിൽ മുഹമ്മദ് കണ്ണിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഗണേശൻ എന്ന ഈ ആന. കഴിഞ്ഞ 45 വർഷമായി ഇദ്ദേഹത്തിന് ആന വളർത്തലുണ്ട്. ഗണേശൻ എന്ന ഈ ആന തന്റെ യജമാനന്റെ വീടിന് മുൻപിലൂടെ കടന്നുപോയാൽ വീട്ടിൽ കയറുകയും അവിടെ നിന്ന് മുഹമ്മദിന്റെയോ ഭാര്യയുടെയോ കയ്യിൽ നിന്നും എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷമേ തിരികെ മടങ്ങുകയുള്ളൂ. ഇദ്ദേഹത്തിന്റെ മകളുടെ ഉടമസ്ഥതയിൽ സൂര്യ എന്ന മറ്റൊരു ആനയും ഉണ്ട്. ആന ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. ആന വന്നാൽ എന്തെങ്കിലും കൊടുക്കും, കതക് തന്നെ തുറക്കും, എന്തെങ്കിലും കൊടുക്കും, അത് തിന്നിട്ട് പോകും. പണി കഴിഞ്ഞ് പോയിട്ട് എവിടെ നിന്ന് വന്നാലും അതിന് ഭക്ഷണം ഞാൻ കൊടുത്തിട്ടേ അത് കെട്ടാനായിട്ട് പോവുകയുള്ളൂ. പന്നിമറ്റം അനുഗ്രഹ നികേതൻ സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും നടന്നു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതേ സ്കൂളിൽ തന്നെ ഭാഗമായിട്ടുള്ള നഴ്സറി സ്കൂളിന്റെ ആനുവൽ ഡേക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയാകെ കലുഷിതമാണ്. ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് അവിടുത്തെ അധ്യാപകരുടെ ഒരു കൂട്ടായ്മ, അവിടുത്തെ PTA MPTAയുടെ ഒരു കൂട്ടായ്മ, ആ ഭാഗത്തുള്ള ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ ഒരു കൂട്ടായ്മ, അവരുടെയൊക്കെ പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ ഓരോരുത്തരും ഭിന്നശേഷിയുള്ളവരാണ്. ഗവൺമെന്റ് ഇപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ പറയുമായിരുന്നു, ഭിന്നശേഷിയുള്ള വാക്കല്ല നമ്മളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നു ഇങ്ങനെയുള്ള കുട്ടികൾ അവരെ ഭിന്നശേഷിയുള്ളവർ എന്നേ വിശേഷിപ്പിക്കാവൂ. നമ്മൾ സാധാരണ ഉള്ള കുട്ടികളെക്കാൾ ഒരുപാട് ഭിന്നശേഷികളുള്ളവരാണ് ഇവര്. കലാപരമായിട്ടാണെങ്കിലും കായികപരമായിട്ടാണെങ്കിലും അവരുടെ തനതായ ആ ബുദ്ധിക്ക് കുറവ് ഉണ്ടെങ്കിൽ പോലും അവരിൽ ഒരുപാട് കഴിവുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ കഴിവുകളെ നമുക്ക് പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അതിന് തക്കതായ ഒരു വിദ്യാഭ്യാസമാണ് നമ്മുടെ ഇവിടുത്തെ അധ്യാപകർ അവർക്ക് നൽകുന്നത്. മദർ പ്രൊവിൻഷ്യൽ മദർ ഡോക്ടർ ഗ്രേസ് കൊച്ചുവാലിയത്ത് അധ്യക്ഷത വഹിച്ചു. പന്നിമറ്റം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ ജോൺ കടവൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാർട്ടിൻ മാത്യു, ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാജു കുട്ടപ്പൻ, സിസ്റ്റർ എലിസബത്ത് ചെറുതോട്ടം, സിസ്റ്റർ മെർലിൻ തെങ്ങുപിള്ളിൽ, ഫാദർ ജോർജ് പി ചാണിക്കുന്നേൽ, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ മെർലിറ്റ്, PTA പ്രസിഡന്റ് സാജൻ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പ്രപഞ്ചം സുന്ദരം ഈശ്വരന്റെ ദാനം. സുന്ദരം ഈശ്വരന്റെ ദാനം. ദാനം 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 ഈശ്വരന്റെ ദാനം. ഇതാണ് പ്രപഞ്ച സത്യം, ഇതാണ്
ബിസിനസ് വാർത്തകൾ. ലിനൻ വോഗ് എക്സ്ക്ലൂസീവ് ഷോറൂം തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. അമ്പലം ബൈപ്പാസ് റോഡിലുള്ള കുരുവിത്തടം ഏജൻസീസിന്റെ മുകൾ നിലയിലാണ് ലിനൻ വോഗ് പ്രവർത്തനം തുടങ്ങിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ലിനൻ കളക്ഷനാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വോഗ് ലിനൻ സിഇഒ രവീന്ദ്ര മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാത്യു കുരുവിത്തടം, ജോൺ കുരുവിത്തടം, സീനിയർ സെയിൽസ് മാനേജർ ഷാജി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചരമ വാർത്തകൾ. തൊടുപുഴയിലെയും എറണാകുളത്തെയും പ്രമുഖ വ്യവസായിയും ഗാർഡിയൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടറുമായ PK കോഴ്സി നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം ഫെബ്രുവരി 24 വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 എറണാകുളം എളംകുളം സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയിൽ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2765 രൂപ, വെള്ളി ഗ്രാമിന് 47 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 160 രൂപ. റബ്ബർ RSS 5 കിലോഗ്രാമിന് 149 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുണ്ടൻമുടിക്ക് സമീപം വീടിന് മുകളിലേക്ക് ലോറി മറിഞ്ഞ് വീട്ടിൽ ഉറങ്ങിക്കിടന്ന യുവതിയും ലോറി ഡ്രൈവറും മരണമടഞ്ഞു. തൊടുപുഴ നഗരസഭയിലെ ഉദ്യോഗസ്ഥരുടെ അഴിമതിക്കെതിരെ മാപ്പിളശ്ശേരി കറിയായും കുടുംബാംഗങ്ങളും സത്യാഗ്രഹം നടത്തി. ആന്റി കറപ്ഷൻ മൂവ്മെന്റ് നേതാവ് PM മാനുവൽ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. KPCC നിർവാഹക സമിതി അംഗം CP മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുമെന്ന് മന്ത്രി MM മണി.
ഇടുക്കി ഉപ്പുതോട് ഗവൺമെന്റ് LP സ്കൂളിന്റെ 44ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സംസ്ഥാന ലഹരി വർജന മിഷന്റെ ആഭിമുഖ്യത്തിലുള്ള വിമുക്തി ബോധവൽക്കരണ പരിപാടിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് തല ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.